ഇതെന്ത് കൂത്ത്? ഹേയ്, ഇതെന്ത് കൂത്ത്? ഹൈ, എന്താ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. മുസ്തഫ മുസ്തഫ ഡോൺ വറി മുസ്തഫ. ഹൈ, എന്താ എന്താ ഈ പാട്ട് ഈ സമയത്ത്? പള്ളിക്കൂടവും കോളേജും ഒക്കെ അടയ്ക്കണ സമയത്ത് കുട്ടികൾ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് പാടിയ പാട്ടല്ലേ ഇത്? അതെന്താ ഇപ്പോ ഈ പള്ളിക്കൂടവും കോളേജും ഒക്കെ തുറക്കാൻ പോണ നേരത്ത്, അതും ഈ പെരുമഴക്കാലത്ത്? ഇതാരാ ഈ പാട്ട് പാടണത് എന്നതേ ഇവിടെ ഒരുത്തൻ ചോദിക്കല്ലേ. അത് ബാർ രഹിത കിനാശേരി മാത്രം കിനാവ് കാണുന്ന കേരളത്തിലെ തുറുപ്പുകുലാൻ സുധീരാദികള് ചീട്ടുകളി കഴിഞ്ഞ് പാടിയ പാട്ടാണ് അത്ര. ഹൈ, ചീട്ടുകളിയും മുസ്തഫയും തമ്മിലിപ്പോ എന്താ ബന്ധം? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ചീട്ടുകളിയൊക്കെ കഴിഞ്ഞു, തോറ്റു തുന്നവും പാടി കാതിലൊരു മച്ചിങ്ങയും തൂക്കിയിട്ട് നിരാശരായി നിൽക്കുകയാണല്ലോ നമ്മുടെ വെള്ളക്കുപ്പായക്കാരായിട്ടുള്ള നേതാക്കന്മാരെ. ഹേയ്, കാരണം വിലയിരുത്തുന്ന നേരത്തെ കിങ്ങും ക്വീനും ഒന്നുമല്ല ചീട്ടുകളിയിൽ തോൽക്കാൻ പ്രധാന കാരണം പ്രിൻസാണ്. മുസ്തഫാദികൾ അങ്ങനെ പറഞ്ഞു അത്രേ. അതിന് ചീട്ടുകളിയില് പ്രിൻസ് ഇല്ലാലോ ചാക്യാരെ. അതെ, അതുകൊണ്ട് പ്രിൻസിനെ ജോക്കർ എന്ന് വിളിച്ചു എന്ന് ആരോപിച്ചാണത്രേ ചീട്ടുകളി സംഘത്തിൽ നിന്നും പുറത്താക്കിയിരിക്കണത് എന്ന്. എന്താ, നമ്മുടെ കിരീടമില്ലാത്ത രാജകുമാരനെ ജോക്കർ എന്ന് വിളിക്കേ? പുറത്താക്കുക, ആരാണെച്ചാലും പുറത്താക്കുക. അല്ല, എന്താ പിന്നെയും ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. അതാ പാട്ട് തന്നെയാണ് ചാക്യാരെ, മുസ്തഫ പാട്ട്. മെമ്പർഷിപ്പ് ഈസ് വാട്ട് ഹി ലുക്കിംഗ് ഫോർ എന്നാണ് അത്ര. എന്താ കഥ? ഹേയ്, ഇതെന്ത് കൂത്ത്?